ഹായ് ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ മുമ്പും ഇതേ ഇൻഗ്രീഡിയന്റ് കൊണ്ട് ഒരു പേര് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ മസാലയൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ഡിഫറെന്റ് ആയിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇൻഗ്രീഡിയന്റ് വേറൊന്നും അല്ല, കൂർക്കയാണ്. കൂർക്ക കൊണ്ടുള്ള പേരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇത്രയും ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്ത ഉടനെ വെള്ളത്തിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഡാർക്ക് കളറായിട്ട് മാറും. കട്ട് ചെയ്ത ശേഷം ഒന്നുകൂടെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ വളരെ ചെറുതായി കട്ട് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. കുക്കാകുമ്പോൾ ഇത് വല്ലാതെ കുഴഞ്ഞലിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. ഇപ്പൊ നമ്മുടെ കൂർക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് അരിച്ചു മാറ്റാം. കൂർക്ക നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ, കടുക്, കറിവേപ്പില, മുളക് പൊടി എന്നിവ ചേർത്തിട്ട് മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി കൂർക്കപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. എന്തായാലും നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഞാനും ഹാപ്പി, നിങ്ങളും ഹാപ്പി. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.